ഹലോ ഗൈസ്, ഞാൻ ഒരു വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ മുടിയിൽ എന്താണ്ടൊക്കെ പോയി ചെയ്തിട്ടുണ്ടെന്നുള്ള ചെറിയൊരു വീഡിയോ. അപ്പോൾ ഞാനത് ചെയ്യുന്നതിന് മുമ്പ് എടുത്ത ഫോട്ടോസാണിത്. ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ മുടി ഇങ്ങനെയാണിരുന്നത്. നമുക്ക് ചെയ്തതിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ ചെയ്ത് കണ്ടെടുത്ത ഫോട്ടോസൊക്കെ കാണിക്കാം കേട്ടോ. ഇതാണ് ഞാൻ ചെയ്ത് കണ്ടെടുത്ത ഫോട്ടോസ്. അത് കഴിഞ്ഞ് ഞാൻ മുടിയൊന്ന് കഴുകി തന്നോട്ട് പോയപ്പോൾ മുടിയൊന്ന് നനഞ്ഞു. അപ്പോൾ എടുത്തൊരു ഫോട്ടോ ആണിത്. ഇപ്പോൾ എൻ്റെ മുടി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മുടി ഇങ്ങനെയായി. ഇപ്പം നല്ല രസമുണ്ട് കേട്ടോ മുടി. അപ്പോൾ നമുക്ക് ചെയ്യുന്ന ക്രിയ നിൽക്കണം. ഇവരിത് ചെയ്തപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഈ ക്യാമറ ഇത്ര ശരിക്കും പറഞ്ഞാൽ എടുത്തത് എൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ ക്യാമറയും കൊണ്ട് ഇങ്ങനെ ചെറിയ ശരിക്കുണ്ട്, എന്നാലും കുഴപ്പമില്ല. അത് ചെയ്തപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഫസ്റ്റ് അവർ പറഞ്ഞ് ഈ മുടി ഭയങ്കര ഓയിലിയാണ്, മുടി വെട്ടാനാണ് ശരിക്കും പോയത്. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് കട്ടാണ് കൊടുത്തത്. അപ്പോൾ അവർ പറഞ്ഞു മറ്റേ മുടി ഇങ്ങനെ മൊത്തം ഓയിലിയാണ്. അപ്പോൾ അവർ പറഞ്ഞ് കഴുകി എടുത്തിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ മൊത്തം വാഷ് ചെയ്യാൻ കൊണ്ടുപോയി മുടി മൊത്തം അങ്ങ് കഴുകി എന്തൊക്കെ ഷാമ്പു ഇട്ട് കഴുകി. എനിക്കങ്ങനെ പെടൽ വേദനിച്ചിട്ട് വയ്യായിരുന്നു. ആൻറ്റി പറഞ്ഞതായിരുന്നു പെടൽ വേദനിച്ചത് പറയണം, എന്നാലും ഞാനങ്ങ് പറഞ്ഞില്ല. അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും അങ്ങ് പെടൽ വേദനിച്ച് കഴിഞ്ഞ് പിന്നെ അങ്ങ് പൊങ്ങി. പിന്നെ അതിൻ്റെ അടിക്കിലൊക്കെ കഴുകി. പക്ഷേ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ മുടിയിൽ ഇങ്ങനെയൊക്കെ വാഷ് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത്. ഞാൻ പുത്തൂരുള്ളൊരു പാർലറിലാണ് പോയത്. അവർ കൊള്ളായിരുന്നു, നന്നായിട്ട് ചെയ്തു തന്നു. പക്ഷേ എനിക്ക് ഇടയ്ക്കൊരു പേടിയുണ്ടായിരുന്നു, എന്തെങ്കിലും ആവുമോ എൻ്റെ മുടി, ശരിക്കും പേടിയായിരുന്നു. ഇനി അമ്മ എന്നിട്ട് അമ്മ ത്രെഡൊക്കെ ചെയ്തു ഗൈസ്. ഞാൻ അവിടെ നിന്ന് കുറേ ക്ലിപ്പും പൊട്ടും ഒക്കെ വാങ്ങിച്ചായിരുന്നു. പിന്നെ പോലെ തന്നെ മുടിയൊക്കെ ഒന്ന് വെട്ടി സ്റ്റെപ്പാക്കി വന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്റ്റെപ്പ് കട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ എപ്പോഴും യു കട്ടും അല്ലാത്ത കട്ടൊക്കെയാണ്. ലെയർ വെട്ടിട്ടില്ല, ഈ ബട്ടർഫ്ലൈ കട്ട്. അവർ പറഞ്ഞു ഈ ലെയർ വെട്ടുന്ന മുടി ഒത്തിരി ഞാൻ കയറിപ്പോയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേറെ ബട്ടർഫ്ലൈ കട്ട് ചെയ്യാൻ ചോദിച്ചു. അവർ പറഞ്ഞു അതും ഒത്തിരി കുറച്ചുകൂടെ കയറുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അതിൻ്റെ ഇത് കുറച്ചാൽ മതി, വോളിയം കുറച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആൻറ്റിയൊക്കെ പറഞ്ഞു. എനിക്ക് വെട്ടിയപ്പോൾ ശരിക്കും പേടിയായിരുന്നു കേട്ടോ, ഭയങ്കര പേടിയായിരുന്നു. അപ്പം ഞാനിത് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഇത് വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുടി ഒരുമാതിരി വല്ലാതെ കിരിച്ചിരിക്കുകയാണ്. പക്ഷേ മുടിയൊന്ന് ചീപ്പി കുളിച്ചിട്ട് വന്ന് ഹെയർ ഡ്രയറൊക്കെ ഇട്ടൊന്ന് ചെയ്ത് സ്ട്രെയിറ്ററൊക്കെ ഇട്ടൊന്ന് ചെയ്താൽ നല്ലതാണ്. ഞാൻ ഒരു വട്ടം ചെയ്ത് നോക്കി, സക്സസ് ആട്ടോ. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുളിച്ച് ഷാമ്പു ഇട്ട സമയത്ത് മുടിയിൽ ഒരുമാതിരി ഈരിയിരിക്കുന്ന പോലെ തോന്നും. അത് ഒരു വട്ടം ഇട്ടാൽ അത് കുറച്ച് ഞാൻ ഇട്ടതേ ഉള്ളൂ, മുടിയിൽ ഈരിയിരിക്കുന്ന പോലെ തോന്നി. പിന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മുടി പറന്ന് കിടക്കും. എണ്ണ മൊത്തം പരട്ടി കുളിച്ചിരിക്കുകയാണെങ്കിലും മുടി പറന്ന് കിടക്കും. ഫ്രണ്ട്സ്, ഇതൊക്കെ എന്താണെന്ന് എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല. ആൻറ്റി ഇത് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കങ്ങനെ ഉറപ്പ് വന്നിട്ട് ഭയങ്കര മസാജായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഒത്തിരി നേരെ ഇരുന്നിരുന്ന് അങ്ങനെ അത് തീരാറായിരിക്കണം. അപ്പോഴത്തേന് വേറെ ആൻറ്റി വന്ന് ആൻറ്റി ഇട്ടൊന്ന് കഴിഞ്ഞു. ആൻറ്റി അതിന് ഇടയ്ക്കോട്ട് കഴിയുന്നു. അങ്ങനെ മൊത്തം സീനായിരുന്നു. പക്ഷെ ഞാൻ ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അവരാ മുടിയൊക്കെ ഒന്ന് വാഷ് ചെയ്യുന്നപ്പോൾ എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. പക്ഷെ മുടി ഇങ്ങനെ കുളമെന്നൊക്കെ ഒരു പേടി, പറന്ന് നടക്കുമെന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പേടിയെല്ലാം അങ്ങ് സെറ്റായിട്ടുണ്ട്. ഞാൻ വെച്ചു അവർ ചെയ്ത് നോക്കാം, ഒത്തിരി നമ്മളിങ്ങനെ കിടക്കും വിചാരിച്ചു. പിന്നെ എന്തോ പറയാനാണ്, ഒരു കുളി സാരം തീർക്കും. പക്ഷെ സ്ട്രെയിറ്ററൊക്കെ ഇട്ട് ഒന്നുകൂടെ ചെയ്താൽ അത് പിന്നെയും പഴയതുപോലെ ഓക്കെ ആവും. പക്ഷെ ഉണ്ടല്ലോ, ഇത് ഞാനങ്ങ് ഞെട്ടിപ്പോയി ഇതായപ്പോൾ. എനിക്ക് ഇപ്പോഴും ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാൻ അവിടുന്ന് പിന്നെയും കുറേ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ആൻറ്റി കഴിഞ്ഞു. പിന്നെ ഒത്തിരി പണിയുണ്ടായിരുന്നു. 1.5 മണിക്കൂർ അങ്ങനത്തെ സമയം അവിടെ പോയി ഗൈസ്. ഇത് വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി ഉണ്ട് ഇത് വോയിസ് ഓവർ എടുക്കാൻ. എന്താ 4 മിനിറ്റ് 5-6 മിനിറ്റ് ഉണ്ട് ആ വീഡിയോ. ആൻറ്റി കൂടെയൊക്കെ എന്തോ ചെയ്യുന്നുണ്ട്. അടുത്ത ക്ലിപ്പാണ് ഇത്. ഓരോന്നും മുടിയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ അവിടെ ത്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ
മുടി കിട്ടുമ്പോൾ എനിക്ക് ശരിക്കും ഞാൻ കുറേ ശരിക്കും വിജയിപ്പിക്കരുത്. തനിപോലെ എഡിറ്റിംഗ് വേണം. നിങ്ങളൊരു ഇത് അനുഭവിക്കരുത്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യുക. അതിലൂടെ കുറേ പൂള പാട്ടൊക്കെ ഞാൻ കയറ്റി ഭയങ്കര ഇഷ്ടമായിരുന്നു. തൊട്ടി ഫ്ലോപ്പായി ഫീലാണ് ഗൈസ്. അങ്ങനെ മുടി മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് നമുക്ക് ഇനി കാണാം ഗൈസ്. ഇതാണ്.